നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് അറിയാം? അത് നമ്മുടെ കഴിവുകളൊന്നല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ്. ഈ കുറവുകള് ദൈവം നമുക്ക് മനഃപൂർവ്വമായിട്ട് നൽകിയിരിക്കുക. കാരണം നമ്മുടെ കഴിവുകളില് വലുതായിട്ട് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുറവുകളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ കുറവുകളിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുക. സ്വന്തം കുറവുകളെ തിരിച്ചറിയുന്നവർക്കാണ് ഈശോയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് സുവിശേഷത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്നതും അത് തന്നെയല്ലേ. പൊക്കം കുറവായിരുന്നു സഖ്യവൂസിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവൻ ആ കുറവിനെ അതിജീവിക്കുന്നുണ്ട്. അവനേക്കാൾ ഉയരമുള്ള മരത്തിലേക്ക് അവൻ ഓടിക്കേറുന്നുണ്ട്. ഓക്കെ, അതാണ് അവന്റെ കോൺഫിഡൻസ്. ഈശോയെ കാണാനുള്ള ആഗ്രഹമാണ് അവന് സിക്കമൂർ മരത്തെ കീഴ്പ്പെടുത്താനായിട്ട് അവന് സാഹചര്യം ഒരുക്കുക. അവന്റെ ആ കുറവല്ലേ ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചത്. അവന്റെ ആ കുറവ് മനസ്സിലാക്കിയപ്പോഴാണ് ഈശോയെ കണ്ടെത്താനായിട്ട് അവന് സാധിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരുപാട് കുറവുകൾ ഉണ്ടാകാം, നമുക്കൊക്കെ ഒരുപാട് ബലഹീനതകൾ ഉണ്ടാകാം. ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാകണമെന്നില്ല, ശരീരത്തിന് നിറം ഉണ്ടാകണമെന്നില്ല, മറ്റുള്ളവരെ പോലെയൊന്നും വലിയ വലിയ കഴിവുകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഈശോ നമ്മളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ കുറവുകളിലൂടെയാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. സഖ്യവൂസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു വിചാരം തന്നെയാണ്, അവനേക്കാൾ ഉയരമുള്ള ഒരു സിക്കമൂർ മരത്തിൽ കയറാൻ അവന് സാധിച്ചു. അതിനുള്ള ഒരു ബലം മനസ്സിലുണ്ടായി. കുറവുകളിൽ തകർന്നു പോകരുത് സ്നേഹമുള്ളവരെ. ആ കുറവുകളിലൂടെ ഈശോയെ കണ്ടെത്താനായിട്ട്, ഒന്ന് മനസ്സിന് ബലം പ്രാപിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശീലിപ്പിക്കേണ്ട നാളുകളാണ് ഈ നോമ്പുകാലം എന്ന് പറഞ്ഞു. അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഷെയർ ചെയ്ത ഒരു സംഭവമാണ്. സെമിനാറിൽ പഠിക്കുമ്പോൾ വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ആ സെമിനാരിൽ മിടുക്കനായ, പഠിക്കാൻ, കളിക്കാൻ, അഭിനയിക്കാൻ, പാടാൻ മിടുക്കനായിട്ടുള്ള, എല്ലാവരാലും ഒരുപാട് പ്രോത്സാഹനം ലഭിച്ച ഒരു ബ്രദർ. ആ ബ്രദർ എല്ലാവരും വിചാരിച്ചിരുന്നു അദ്ദേഹം ഒരു വൈദികനായി തീരുമെന്നൊക്കെ വിചാരിക്കുന്ന അത്രത്തോളം റോൾ മോഡൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാവം അച്ഛനെ നോക്കിയിട്ട്, അന്ന് ബ്രദറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് ആരുടെ സെമിനാരിലേക്ക് എടുത്ത്, നിനക്കൊക്കെ എന്ത് കഴിവുണ്ടാ എന്ന് പറഞ്ഞ് ചോദിച്ചൊരു ചോദ്യം മനസ്സിൽ ഇന്നും ആ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ കെടാതെ നിൽക്കുന്ന ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, അവിടുന്ന് പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരുപാട് വേദനയോടുകൂടെ വാഷിംഗ് റൂമിലേക്ക് പോയി കരഞ്ഞു കലങ്ങിയ ആ കണ്ണീര് വെള്ളം കൊണ്ട് ഒന്ന് മറയ്ക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു വന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കഴിവ് കെട്ടവനെ, ഈ കുറവുള്ളവനെ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിച്ചുയർത്തിയെന്ന്. അന്ന് എന്നെ നോക്കി ഒരുപാട് കളിയാക്കിയ ആ മനുഷ്യനെ ദൈവം മറ്റൊരു ജീവിതാന്തത്തിലേക്കും പുരോഹിത പദവിയിൽ നിന്ന് എത്താൻ സാധിക്കാത്ത വിധത്തിലേക്കൊക്കെ എത്തിച്ചു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് അച്ഛൻ ചേർത്ത് വെക്കുന്നുണ്ട്. എൻ്റെ കഴിവുകേടാണ്, എൻ്റെ കുറവുകളാണ് ഈശോ എന്നെ സ്വന്തമാക്കാനായിട്ട് ഈശോയ്ക്ക് തോന്നിയ ഏറ്റവും വലിയ അവസരമായിട്ടെന്ന് അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ നമ്മുടെ മികവുകളല്ല ഈശോയ്ക്ക് വേണ്ട, കുറവുകളാണ്. കുറവുകളിലൂടെയാണ് ഈശോ നമ്മെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ. ഓക്കെ, പത്രോസ് ഈശോയെ 3 വട്ടം തള്ളി പറഞ്ഞില്ലേ, പക്ഷെ ഈശോ അവനെ നെഞ്ചോട് ചേർക്കുന്നില്ലേ. അവന്റെ ബലഹീനതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോ അവനെ നെഞ്ചോട് ചേർക്കുന്നത്. അങ്ങനെയാണ് സഭയുടെ തലവനായിട്ട് ഉയർത്തുന്നത്. ജീവിതത്തിലെ കുറവുകൾ അത് നമ്മെ ബലപ്പെടുത്തും, ജീവിതത്തിലെ പോരായ്മകൾ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ കുറവുകളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയുള്ളവരാകാം. അങ്ങനെ ഈ നോമ്പുകാലം കുറേയും കൂടി ബലമുള്ളവരാകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ആമേൻ.